ഹലോ പ്രിയ സുഹൃത്തുക്കളെ, ബിനാൻസിൻ്റെ എൻ്റെ അക്കൗണ്ടാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബിനാൻസിൽ ഒരുപാടധികം ഫീച്ചറുകളുണ്ട് എന്ന് ബിനാൻസ് ഉപയോഗിക്കുന്ന ആളുകൾക്കൊക്കെ അറിയാം. ഇവിടെ ഈ ഹോം പേജിൽ വന്നാൽ തന്നെ ഡെപ്പോസിറ്റ്, റെഫറൽ, മാർക്കറ്റ് പ്ലേസ്, P2P അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങൾ കാണാം. അതിൻ്റെ അടുത്ത് മോർ എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട്. ആ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഇത്രയും കാര്യങ്ങൾ ബിനാൻസിലുണ്ട്. അപ്പോൾ ബിനാൻസിൻ്റെ ഓരോ കാര്യങ്ങളും എന്തൊക്കെയാണെന്നും അതെന്തിനൊക്കെയാണെന്നും അത് നമുക്ക് ഏതൊക്കെ രീതിയിൽ ഉപയോഗപ്പെടുത്താമെന്നുള്ളത് വളരെ വിശാലമായി പഠിക്കേണ്ട ഒരു മാറ്ററാണ്. അപ്പോൾ ആരെങ്കിലും ബിനാൻസിൽ എന്തെങ്കിലും ചെയ്യുന്നത് കണ്ടിട്ട് കേട്ടിട്ട് എനിക്കും ഇതൊക്കെ പഠിക്കണമെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും പറ്റിയ മാർഗം ഇന്ന് യൂട്യൂബാണ്. യൂട്യൂബിൽ ഇതിൻ്റെ ഓരോന്നും പ്രത്യേകം മലയാളത്തിൽ കുറവാണെങ്കിലും മറ്റു ഭാഷകളിലൊക്കെ ലഭ്യമാണ്. രണ്ടാമത്തെ നമ്മുടെ ബിനാൻസിൻ്റെ അടിയിൽ നോക്കിയാൽ കാണുന്ന ഭാഗം മാർക്കറ്റ് എന്നൊരു ഭാഗമാണ്. ഇവിടെ നമുക്ക് ഏതൊരു കോയിനും ട്രേഡ് ചെയ്യാനുള്ള ഒരു സംവിധാനമാണ്. എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ കുറേ BTC ഉണ്ട്. BTC വിറ്റുകൊണ്ട് എനിക്ക് USDT ആക്കണം, അല്ലെങ്കിൽ USDT കൊടുത്തിട്ട് എനിക്ക് BTC ആക്കണം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാം. അതോടൊപ്പം ഇവിടെ ഇപ്പോൾ എനിക്കറിയാം BTCൻ്റെ പ്രൈസ് നിൽക്കുന്നത് ഇന്ന് 69,000-ലാണ്. അപ്പോൾ എനിക്ക് ഒരു 60,000 എത്തുമ്പോഴാണ് ബൈ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ബൈ ക്ലിക്ക് ചെയ്ത ശേഷം ഈ ലിമിറ്റ് എന്ന ഭാഗത്ത് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് 60,000 എന്നാക്കി കൊടുത്താൽ മതി. അപ്പോൾ എനിക്കത് 60,000 എന്ന റേഞ്ചിലേക്ക് വരുന്ന സമയത്താണ് അത് വരിക. അത് എത്ര BTC വാങ്ങണം, എത്ര USDTക്ക് വാങ്ങണം എന്നുള്ളതൊക്കെ നമുക്കിവിടുന്ന് നോക്കാവുന്നതാണ്. അതുപോലെ നമ്മൾ മുന്നിട്ട് വെച്ച ട്രേഡൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ കാണാൻ ഒക്കെ ഇവിടെ ഓപ്ഷൻ ഉണ്ട്. മറ്റൊരു ഭാഗം ഇവിടെ ഫ്യൂച്ചർ എന്ന് പറയുന്നൊരു ട്രേഡാണ്. ഫ്യൂച്ചറിൽ എല്ലാ കോയിനും ട്രേഡ് ചെയ്യാൻ പറ്റില്ല. ലിമിറ്റഡ് ആയിട്ടുള്ള കുറച്ച് കോയിനുകളാണ് ഫ്യൂച്ചറിൽ ട്രേഡ് ചെയ്യാൻ പറ്റുക. ഇവിടെ നമ്മൾ സാധാരണ മറ്റു ട്രേഡിങ്ങിലെ പോലെ തന്നെ ബൈ ചെയ്തും സെൽ ചെയ്തും കാശ് ഉണ്ടാക്കാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അത് കഴിഞ്ഞാൽ ഇവിടെ വാലറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും. ഈ വാലറ്റ് എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ തന്നെ ഓവർവ്യൂ എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. അവിടെ നമ്മളെ എല്ലാ വാലറ്റുകളുടെ എമൗണ്ടും കൂടെ കാണിക്കുന്ന ഒരു ഭാഗമാണത്. 2 സ്പോട്ട്, അതായത് നമ്മളെ വാലറ്റിൽ ആരെങ്കിലുമൊക്കെ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്ത് തന്നാലൊക്കെ നമ്മുടെ അക്കൗണ്ടിൽ ഇവിടെ ആയിരിക്കും ഉണ്ടാവുക. അത് കഴിഞ്ഞാൽ ഫണ്ടിങ്, അതായത് നമ്മൾ ഇമെയിൽ ID വഴി അല്ലെങ്കിൽ ബിനാൻസ് ID വഴിയൊക്കെ വന്നിട്ടുള്ള കോയിൻ ഇവിടെ ആയിരിക്കും ഉണ്ടാകുക. ഏൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മൾ കോയിന് താൽക്കാലത്തേക്ക് നമ്മൾ ബാങ്കിലൊക്കെ ഡെപ്പോസിറ്റ് ചെയ്ത പോലെ ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിൽ നിന്ന് ചെറിയൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ഏൺ. അതുപോലെ ഫ്യൂച്ചർ ട്രേഡിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള സംഖ്യ ഇവിടെ കാണാം. അങ്ങനെ ഒരുപാടധികം സംഭവങ്ങൾ നമുക്കിവിടെ നോക്കിയാൽ കാണാം. ഇതിൽ ഞാനിവിടെ ഒരു ട്രേഡിംഗ് ബോട്ട് എൻ്റേത് ഇവിടെ റണ്ണിങ്ങിലാണ്. അപ്പോൾ അതുമ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പേരും അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്കിവിടെ നോക്കിയാൽ കാണാൻ പറ്റും. WLD/USDT എന്ന ഇതിലാണ് ട്രേഡ് നടക്കുന്നത്. പെർപേച്വൽ എന്തത് വായിക്കാൻ എനിക്കറിയില്ല, ഇംഗ്ലീഷ് ആയതുകൊണ്ടേ എങ്ങനെയും വായിക്കാം. എങ്ങനെ വായിച്ചാലും കുഴപ്പമില്ല. ഏതായാലും ഇതിലാണ് എൻ്റെ ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാം. അതായത് കൺഫേം ആയ പ്രോഫിറ്റ് ഇവിടെ $34 ഉണ്ട്. $30 ഞാൻ ഇൻവെസ്റ്റ് ചെയ്തത്. $113% ഇൻക്രീസ് ആയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ട്രേഡിൽ $6 മൈനസിലായതുകൊണ്ടാണ് എൻ്റെ ബാലൻസ് ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ 56 കാണുന്നത്. അല്ലെങ്കിൽ ശരിക്ക് ആ പ്രോഫിറ്റ് കിട്ടിയത് മുഴുവനും ഇവിടെ കാണിക്കേണ്ടതായിരുന്നു. അപ്പോൾ ഇത് എങ്ങനെയാണ് സെറ്റ് ചെയ്യലെന്ന് വെച്ചാൽ, നമുക്ക് ഈ ഹോം പേജിൽ പോയാൽ ഇവിടെ ഒരുപാടധികം ഓപ്ഷൻസ് കാണുന്നതിൽ കോപ്പി ട്രേഡ് എന്ന് പറയുന്ന ഒരു ഭാഗം തന്നെ നമുക്കിവിടെ നോക്കിയാൽ കാണാൻ പറ്റും. അവിടെ പോയി നമുക്ക് ഏത് തരത്തിലുള്ള ട്രേഡിംഗ് ബോട്ടാണ് നമുക്ക് സെറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് തീരുമാനിക്കാവുന്നതാണ്. ഇവിടെ ട്രേഡിംഗ് ബോട്ട് എന്നുള്ള ഭാഗം നമുക്ക് സെർച്ച് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാടധികം ബോട്ടുണ്ട്. സ്പോട്ട് ഗ്രിഡ് ഉണ്ട്, ഓട്ടോ ഇൻവെസ്റ്റ് ഉണ്ട്, ഫ്യൂച്ചർ ഗ്രിഡ്, ഇങ്ങനെ ഒരുപാടധികം സംഭവങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ നമുക്കിവിടെ ഈ ഫ്യൂച്ചർ ഗ്രിഡ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഒരു വാണിംഗ് ഒക്കെ ഇവിടെ കാണാം. ഇതിൽ നിന്ന് നമുക്ക് സ്വന്തമായി ഇവിടെ ട്രേഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇവിടെ കാണിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ ഓരോ അക്കൗണ്ടുകൾ നമുക്കിവിടെ നോക്കിയാൽ കാണാം. അപ്പോൾ ഈ അക്കൗണ്ടിൻ്റെ പെർഫോമൻസ് ഒക്കെ നോക്കി ROI 47%, അതുപോലെ എത്ര ആൾ ഇത് കോപ്പി ചെയ്തിട്ടുണ്ട്, അങ്ങനെ തുടങ്ങി ഓരോ കാര്യങ്ങളും ഇവിടെ നോക്കിയിട്ട് ഇവിടെ കോപ്പി എന്ന ഭാഗത്ത് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചർ വാലറ്റിൽ ഫണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഈ ട്രേഡ് കോപ്പി ചെയ്ത് നമുക്ക് വരുമാനം വാങ്ങാവുന്നതാണ്. അപ്പോൾ അതിന് നല്ല കോപ്പി ചെയ്യുമ്പോൾ നല്ല മാസ്റ്റർമാരെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കി എടുക്കേണ്ട കഴിവ്. അപ്പോൾ ആ കഴിവ് നമ്മൾ നോക്കിയിട്ട് നല്ല മാസ്റ്റർമാരെ സെലക്ട് ചെയ്തതിൻ്റെ ശേഷമായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ നമുക്ക് മാർക്കറ്റ് പ്ലേസ് എന്നുള്ളിടത്ത് നോക്കിയാൽ ഒരുപാടധികം ബോട്ടുകൾ ഇവിടെ കാണാം. അപ്പോൾ എങ്ങനത്തെ ബോട്ടുകൾ ഇപ്പോൾ ബുള്ളിഷ് ആയിട്ടുള്ള
ഏറ്റവും നല്ല ബുള്ളീഷായിട്ടുള്ള ബോട്ടാണ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം ROE 1678% ഇൻക്രീസ് ആയിട്ടുള്ള ഒരു സംഭവം അവിടെ ഉണ്ട്. 999 ആളുകൾ അതിനെ കോപ്പി ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഓരോ ട്രേഡർമാരെയും ഇവിടെ നോക്കി വാച്ച് ചെയ്ത് നമുക്ക് കോപ്പി ചെയ്യാവുന്നതാണ്. അതാരെ കോപ്പി ചെയ്യണമെന്ന് നിങ്ങൾ ഓരോരുത്തരും തീരുമാനിക്കുക. അത് ഞാൻ സജസ്റ്റ് ചെയ്യുന്നതല്ല. ഞാനൊരു ഹിസ്റ്ററി വിട്ടിട്ടുണ്ട്. അദ്ദേഹത്തെ തന്നെ കോപ്പി ചെയ്യണമെങ്കിൽ ആ അക്കൗണ്ടും ഇവിടെ സെർച്ച് ചെയ്ത് കോപ്പി ചെയ്യാവുന്നതാണ്.